എൻ്റെ ഒരു സിനിമയിൽ കൂടെ തന്നെ നല്ലൊരു വേഷം ചെയ്ത് പ്രശസ്തനായ ഒരു നടൻ പിന്നീട് പ്രശസ്തനായി. എൻ്റെ പടത്തിൽ കൂടെയാണ് പുള്ളിക്കൊരു ലേബൽ കിട്ടിയത്. ആളെ പറ്റി പറയുന്നില്ല, പിന്നീട് നിങ്ങൾ ഊഹിച്ചെടുത്താണ്. ആള് അതിന് മുമ്പ് ചില മിമിക്രി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഏറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾ ഇതിലൊരു നല്ല വേഷം കൊടുത്തു. അപ്പം അതിലഭിനയിക്കുമ്പം ഭയങ്കര ഭവ്യതയോടെയും ഭയങ്കര സ്നേഹത്തോടെയും ഒരു റെമ്യൂണറേഷൻ കൊടുത്തപ്പം പോലും അയ്യോ സാർ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ ഞാൻ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം അന്നേരം അദ്ദേഹം പ്രശസ്തനായി. ഞാനൊരു അടുത്ത പടം എടുത്തപ്പോൾ പുള്ളിയെ വിളിച്ചു. ഒരു സാധാരണ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില ഔദാര്യങ്ങൾ പ്രതീക്ഷിക്കും. നമ്മളോട് ഉള്ള ഒരാളാണല്ലോ. അപ്പം റേറ്റും കാര്യങ്ങളുമൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാതെ പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളോട് സംസാരിക്കുക. അത് ഞാൻ ഇത്രയാണ് മേടിക്കുന്നത് കേട്ടോ, അത് പുള്ളിയോട് പറഞ്ഞേക്കണം. ഈ ലെവലിലായി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി നമ്മൾ മനുഷ്യരാണ്. അത് നമുക്കൊക്കെ ഈ സെൻറ്റിമെൻറ്റ്സും വിഷമങ്ങളും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വർക്കെല്ലാം തീർന്നു കഴിഞ്ഞ് പുള്ളിക്ക് കൊണ്ടൊരു തുക കൊടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനിതേ നമുക്കിപ്പോൾ ഉള്ളൂ. പുള്ളി പറഞ്ഞു അത് എനിക്കിത് പോരാ. ഞാൻ പറഞ്ഞു അത് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ അന്ന് തന്ന തുകയല്ല, അതിനേക്കാൾ വേറൊരു വലിയ തുകയാണ്. പുള്ളി പുറത്തൊന്നും മേടിക്കുന്ന തുകയില്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് പറ്റിയില്ലാന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഇത് തുണ കേൾക്കണം. അപ്പോൾ പുള്ളി എന്നോട് പൈസ മേടിച്ചിട്ട് പുള്ളിയുടെ പെട്ടി തുറന്നതിനകത്തോട്ട് ഇട്ടു. ഞാനിപ്പോഴും ഓർക്കുന്നു, അത് മറക്കാത്ത കാര്യം, ജീവിതത്തിൽ മറക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി ഫീൽ ചെയ്തു. എന്നോട് മെയിലിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കരുത്. ഓക്കെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ പിന്നീട് ആ പുള്ളി തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയി ക്ഷമ പറഞ്ഞ് ഞാനിങ്ങനെ അന്ന് സംസാരിക്കേണ്ടി വന്നു. ഞാനെടുക്കുന്ന പടങ്ങളിലൊക്കെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അങ്ങനെ ഞാൻ പുള്ളി ഒരു പടത്തിൽ പിന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ സാധാരണ മനുഷ്യനായതുകൊണ്ടാണ് വേണ്ടി ചെയ്യരുത്. അതാണ്. യേശുദാസ് സാർ വലിയ പാട്ടുകാരനായ അല്ലെങ്കിൽ ആയി തുടങ്ങിയൊരു സമയമാണല്ലോ. അതെ അതെ. അതിന് മുൻപുള്ളൊരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗായകനാണ് ജോസ് പ്രകാശ് സാർ. അങ്ങനെ ജ്യേഷ്ഠൻ ധാരാളം പടത്തിൽ പാടി. ബിഷപ്പിൻ്റെ വിളി, മനസാക്ഷി, അവൻ വരുന്നു, രണ്ടിടങ്ങഴി, സ്നാപയോവന്നാൻ, അതുപോലെ കുറേ പടങ്ങളിൽ പാടിയിട്ടുണ്ട്. ശരിയോ തെറ്റോ. ഇപ്പൊ ജോസ് പ്രകാശ് എന്ന ആക്ടറിനെ കുറിച്ചും ആ പെർഫോമൻസിനും വളരെ സുപരിചിതമാണ് ഇന്നത്തെ തലമുറയ്ക്കും. പക്ഷെ അങ്ങനെ ഒരു സിംഗറിനെ കുറിച്ച് അധികം അറിയില്ല. അതുകൊണ്ടില്ല, അത് ശരിയാ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര പിടിപ്പോരാ. 51, 52, 53 കാലമാണ് അത്. അന്നത്തെയൊക്കെ പാട്ടുകളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു ഇൻഡസ്ട്രിയിൽ? സാറ് ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെയാണല്ലോ അന്ന് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്.